ആരും പറയാത്ത കാര്യങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം. അതായത് ആരും പറയാത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ പുരോഗതി, ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പുരോഗതി എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള പുരോഗതി മാത്രമല്ല, ഭൗതികമല്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ പല പല ദുഃഖങ്ങൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രണയത്തിൻ്റെ പേരിൽ കാമുകിയെ കൊല്ലൽ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഗവൺമെൻറ് ഇതൊന്നും ശ്രദ്ധിക്കണില്ല എന്നിപ്പം. അപ്പം ഞാൻ ആരും പറയാത്ത കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ബേസിക് ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ പ്രൈമറി ഡ്യൂട്ടിയാണ് ഇവരുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത്. അല്ലേ? അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാം. അപ്പം ഞാൻ ഇതിൻ്റെ പറയുമ്പോൾ ഞാനൊരു പുസ്തകം, എനിക്ക് ദുഃഖങ്ങളില്ലാത്ത ലോകം എന്നൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ വേറെ ഒരുപാട് പുസ്തകം എഴുതിയിട്ടുണ്ട്. മൊത്തം ഒരു 10 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മിക്കവാറും ഈ നമ്മുടെ മനുഷ്യരുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഇതൊക്കെയാണ് എഴുതുന്നത്. രാജ്യത്തിൻ്റെ പുരോഗതി, രാജ്യത്തിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലാണ്ട് കഥയും നോവലൊന്നുമല്ല. കൂടുതൽ കഥ എഴുതിയിട്ടുണ്ട്, ഒരു 2 തിരക്കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പുസ്തകത്തിൽ ഞാൻ വളരെ കാര്യങ്ങൾ വിശദമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ എപ്പിസോഡിലൊന്നും അങ്ങനെ വളരെ വിശദമായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നത്, ഈ മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ അടിസ്ഥാന കാരണം കുടുംബങ്ങളാണെന്ന്. അല്ലെ, ഞാനിത് ആരും പറയാത്ത കാര്യങ്ങളെന്ന് പറയുന്നത് വെച്ചാൽ, ഇതുവരെ ഞാൻ എൻ്റെ അറിവിൽ ഒരു മനുഷ്യരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇതുവരെ മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ അടിസ്ഥാന കാരണം കുടുംബങ്ങളാണെന്ന് ഒരിടത്തും ഒരു മനുഷ്യരും പറഞ്ഞേ കേട്ടിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ആരും പറയാത്ത കാര്യങ്ങളിൽ മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ അടിസ്ഥാന കാരണം കുടുംബങ്ങളാണ്. മനുഷ്യർ കുടുംബങ്ങളായിട്ട്, അതായത് കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇങ്ങനെയുള്ള ആ യൂണിറ്റ് ആയിട്ട് ജീവിക്കുമ്പോഴാണ് മനുഷ്യർക്ക് ഈ ദുഃഖങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ ഭാര്യ, ഭർത്താവ്, 2 മക്കൾ സന്തോഷമായിട്ടൊക്കെ സ്കൂളിൽ നല്ല ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ബുദ്ധിയൊക്കെയുള്ള കുട്ടികൾ, അവർ സന്തോഷമായുള്ള ജീവിതം, അവർക്കൊരു ദുഃഖമില്ല. അതിലൊരു കുട്ടി പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് മരിച്ചു. ആ കുടുംബത്തിൻ്റെ സന്തോഷം മുഴുവൻ തീർന്നു, അല്ലേ? പിന്നെ അവർക്ക് ആ ഒരു കാലത്തും അവരുടെ ആ ജീവിതത്തിൻ്റെ സന്തോഷം തിരിച്ചു കിട്ടൂല. അതല്ലെങ്കിൽ വേറൊരാൾ എവിടെയെങ്കിലും പിക്നിക്കിന് പോയി, ഒരു മകനോ മോളോ ആയിക്കോട്ടെ, അവിടെ ചിലപ്പോൾ വെള്ളത്തിൽ മുങ്ങിച്ചത്ത് കഴിഞ്ഞില്ലേ? അപ്പം ഇതാണ് ഈ യൂണിറ്റ്. അതായത് ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമില്ല, ഈ ലോകത്തൊരു പ്രശ്നമില്ല. അവർക്ക് ജീവിതകാലം ഒരു 50-60 വയസ്സ് വരെയെങ്കിലും എല്ലാവരും ആരോഗ്യത്തോടെ ജീവിക്കാം. വാസം പറഞ്ഞാൽ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ മനുഷ്യരെല്ലാവരും ഒരു 60 വയസ്സ് വരെ എല്ലാ മനുഷ്യരും ജീവിച്ചോളണം. അല്ല, നമുക്ക് വെറുതെ ഭാവനയാണ്. 60 വയസ്സ് വരെ ആരോഗ്യം, വേറെ വലിയ അസുഖമൊന്നും വരാണ്ട്, അപകടമൊന്നും വരാണ്ട് 60 വയസ്സ് വരെയെങ്കിലും എല്ലാവരും ജീവിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് മിക്കവാറും 99% ദുഃഖങ്ങൾ മാറിക്കിട്ടും. പക്ഷെ അത് നടക്കുമോ? ഇതുപോലെ നടക്കുമോ? ചിലപ്പോൾ ഈ പോണപ്പോഴേക്കും ചിലപ്പോൾ കുടുംബം അങ്ങനെ തന്നെ, ചിലപ്പോൾ എല്ലാവരും കൂടി കാറിന് പോകുമ്പോഴായിരിക്കും കുടുംബം അങ്ങനെ തന്നെ വണ്ടി ഇടിച്ച് എല്ലാം തീരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, മനുഷ്യരുടെ ദുഃഖങ്ങളുടെ അടിസ്ഥാന കാരണം കുടുംബങ്ങളാണെന്ന്. അപ്പോൾ പറയും കുടുംബങ്ങൾ വേണ്ടതെന്ന്. കുടുംബങ്ങൾ എന്തിനാ? കുടുംബങ്ങൾ നമുക്കിവിടെ ഈ ലോകം നിലനിൽക്കണമെങ്കിൽ ഇന്ന് നമ്മുടെ ഈ പഴയ കാഴ്ചപ്പാടിൽ പറയുമ്പോൾ ഈ ലോകം നിലനിൽക്കണമെങ്കിൽ കുടുംബങ്ങൾ വേണം. നമ്മുടെ പഴയ കാലാകാലങ്ങളായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. കുട്ടികൾ, ഭാര്യയും ഒരു സ്ത്രീയും പുരുഷനും കല്യാണം കഴിച്ച് അവർക്കുണ്ടാകുന്ന കുട്ടികളെ അവർ വളർത്തി വലുതാക്കി അടുത്ത തലമുറ ആക്കി മാറ്റും. അവർ വേറെ പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുക്കും. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. പക്ഷേ ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള കുടുംബങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ദുഃഖങ്ങൾ വരും, അല്ലേ? ഇപ്പോൾ ഒരാൾ അയാളുടെ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ ആ കുട്ടികൾ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്നവരെ അയാൾക്ക് ദുഃഖമൊന്നുമല്ല.
അയാൾക്ക് പേടി. ആ പണി പേടിയാണ്. വല്ല വഴിയിൽ അപകടം വരുമോ, എന്തെങ്കിലും പ്രശ്നം, എന്തെല്ലാം പ്രശ്നം വരാം. അതില്ലെങ്കിൽ അയാൾക്ക് മക്കളെന്നുള്ള പ്രശ്നമില്ലെങ്കിൽ അയാൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാം, ആരും പേടിക്കണ്ട, മക്കളെന്നുള്ള പ്രശ്നമില്ല. അപ്പം മക്കള് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മക്കള് വേണ്ടതെന്നാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ പഴയ കാഴ്ചപ്പാട് മാറ്റണം. ഈ ദുഃഖങ്ങളില്ലാണ്ടിരിക്കണമെങ്കിൽ ഈ കുടുംബങ്ങളിൽ ഭാര്യയും ഒരു സ്ത്രീയും പുരുഷനും കല്യാണം കഴിച്ച് മക്കൾക്ക് ജന്മം നൽകി ആ കാഴ്ചപ്പാട് മാറുക. മനസ്സിലായോ? അപ്പം ഈ കുട്ടികൾ ഇന്നത്തെ നിലയിൽ കുടുംബങ്ങളില്ലാണ്ട് പറ്റില്ല. മക്കളെ വളർത്തി വലുതാക്കുന്നത് കുടുംബങ്ങളിലാണ്, അല്ലാണ്ട് വഴി കിടന്ന് മക്കൾ വളരില്ല. അപ്പോൾ ഇന്നത്തെ നിലയിൽ വളർത്തിയെടുക്കണമെങ്കിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിൽക്കണം. ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിന്നാലും മക്കൾ ശരിക്കും വളർത്താൻ പറ്റുള്ളൂ. അല്ല അവർ തമ്മിൽ വഴക്കും പിണക്കും, അവർ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ ഈ കുട്ടികളെ അത് ബാധിക്കും. അപ്പം ഈ കുട്ടികളെ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിൽക്കണം. ശരിയല്ലേ പറഞ്ഞത്? അതെ. അപ്പം ഇവിടെയാണ് ഞാൻ ഈ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഇവിടെയാണ് ഞാൻ ആരും പറയാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഞാൻ പറയുന്ന കാര്യം. അത് ഞാനൊരു വെറ്റിനറി ഡോക്ടർ ആയിരുന്നു, ഗവൺമെൻറ് സർവീസിൽ ആയിരുന്നു. 2010 റിട്ടയർ ചെയ്തോട് ഞാൻ വെറ്റിനറി ഡോക്ടർ അല്ലാതായി. ഞാനിപ്പോൾ ആ വക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അയാൾ എന്തെങ്കിലും ചെയ്യുന്ന ആളായിരിക്കും ഡോക്ടറാണ്, അല്ലാണ്ട് ചെയ്യാത്ത ആളെ ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ ഈ വെറ്ററിനറി കോളേജ് ചെന്നപ്പോൾ അവിടെ ആദ്യം മുതൽ അവസാനം വരെ സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള മൃഗങ്ങളെ, അതായത് പാലുൽപാദനം കൂടിയ പശുക്കളെ, പാലുൽപാദനം കൂടിയ ആടുകളെ, കൂടുതൽ മുട്ടയിടുന്ന കോഴികളെ, മാംസോൽപാദനം കൂടിയ പന്നികളെ, അല്ലെങ്കിൽ ബ്രോയിലർ കോഴികൾ, കൂടുതൽ മാംസം ലഭിക്കുന്ന ബ്രോയിലർ കോഴികൾ, ഇതിൻ്റെ ഉൽപാദനം ഇവരെ ഇങ്ങനെ അത്യുൽപാദന ശേഷിയുള്ള മൃഗങ്ങളെ, പക്ഷികളെയും ഇതൊക്കെ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, അതാണ് വെറ്റിനറി പ്രൊഫഷൻ്റെ ഒരു പ്രൈമറി ഡ്യൂട്ടി എന്ന് വേണേൽ പറയാം. ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വലിയ കാര്യമില്ല. ഇവിടെ ഏതാ നോക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ധവള വിപ്ലവം എന്ന് പറഞ്ഞ് പണ്ട് ഇവിടുത്തെ നാടൻ പശുക്കളൊക്കെ പോയിട്ട് ഇവിടുത്തെ ജേഴ്സിയും സിന്ധിയും ഹോൾസ്റ്റൈൻ ഫ്രീഷനും ബ്രൗൺ സീസൊക്കെ ഇവിടെ വന്നതിൻ്റെ കാര്യം ഈ അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഞാൻ ആലോചിച്ച അപ്പം എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം വന്നു. അപ്പം ഈ അത്യുൽപാദന ശേഷിയുള്ള മൃഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പോലെ ഉൽപാദന ശേഷി മനുഷ്യരുടെ കാര്യത്തിൽ ഉൽപാദനം എന്ന് പറയാൻ പറ്റില്ല. ഗുണമേന്മ കൂടിയ മനുഷ്യരെ എന്തുകൊണ്ട് സൃഷ്ടിച്ചുകൂടാ എന്ന് ഞാൻ ആലോചിച്ചു. മനസ്സിലായി? അതായത് ഗുണമേന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മുടെ മനുഷ്യരിൽ പലതിനും ഒരു 10 9 ഗുണമേന്മ ഇല്ലാത്തവരായിരിക്കും. ഒക്കമില്ല, വണ്ണമില്ല, നിറമില്ല, സൗന്ദര്യമില്ല, ബുദ്ധിയില്ല, അല്ലെങ്കിൽ കണ്ണില്ല, ചെവിയില്ല, മുടമ്പ്, ഇങ്ങനെ എന്തെല്ലാം രോഗങ്ങൾ, വേറെ 100,000 രോഗങ്ങൾ, ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, മറ്റേ മസ്കുലർ ഡിസ്ട്രോഫി, മറ്റേ ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതുവഴി 10ൽ 9 പേർക്കും പല പോരായ്മകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ മനുഷ്യരിൽ പലർക്കും പല കോംപ്ലക്സുകളാണ്. ആത്മവിശ്വാസമുള്ള ആൾക്കാർ കുറവാണ്. ആത്മവിശ്വാസമുള്ള ആൾക്കാർ അവരെവിടെയും മുന്നിലാണെന്ന് അവർ കാര്യം നടത്തും. ഈ കോംപ്ലക്സ് ഉള്ളവർക്ക് പുറകിൽ നിൽക്കും. അപ്പോൾ ഗുണമേന്മ കൂടിയ മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളത് എന്തുകൊണ്ട് പറ്റില്ല എന്ന് ഞാൻ ഫസ്റ്റ് ഇയർ മുതൽ ഞാൻ ആലോചിക്കുകയായിരുന്നു. അതാണ് ഞാനിവിടെ പറയുന്നത്. മനുഷ്യരിൽ ഇതുപോലെ ഏർപ്പെടുത്തണം. മനുഷ്യരിലും ഗുണമേന്മ കൂടിയ മനുഷ്യരെ ഇവിടെ സൃഷ്ടിക്കണം. ഗുണമേന്മ കൂടിയ മനുഷ്യരെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ പല പ്രശ്നങ്ങൾ അവസാനിക്കും. അപ്പം ഇത് പറയും, ഞാൻ വിശദമായിട്ടൊന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ ഒരുപാട് ഈ പുസ്തകത്തിലെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം ഇത് ആരാണ് ഈ ഗുണമേന്മ കൂടിയ മനുഷ്യരെ സൃഷ്ടിക്കുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ചെയ്യണം. അതായത് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നുള്ള മാറ്റിയിട്ട്
ഗവൺമെൻറ് ചെയ്യണം. മനസ്സിലായി? ഗവൺമെൻറ് ആൾക്കാർക്ക് കാശ് കൊടുത്തിട്ട് ബ്രീഡിങ് സ്റ്റോക്ക് എന്ന് പറയും. ഇതിലൊക്കെ ഞങ്ങൾ ഈ ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്ന ആനിമൽസിലൊക്കെ റീപ്രൊഡക്ഷന് ഉപയോഗിക്കുന്നതിന് ബ്രീഡിങ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. മനുഷ്യരിൽ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ബ്രീഡിങ് സ്റ്റോക്ക് എന്ന് മനുഷ്യരിൽ ഇത് ബ്രീഡിങ് അല്ല. ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതിനും ബ്രീഡിങ് എന്ന് പറയും. അപ്പോൾ ഗവൺമെൻറ് പൈസ കൊടുത്തിട്ട് ഈ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു പ്രൊഫഷനാക്കി മാറ്റുക, ഒരു ജോലിയാക്കി മാറ്റുക. ഗവൺമെൻറ് ശമ്പളം കൊടുത്തിട്ട് അവർ പ്രസവിക്കട്ടെ. അവർ ഒരു ആരോഗ്യ സൗന്ദര്യം ഒക്കെ ഉള്ള എല്ലാ ക്വാളിറ്റിയുള്ള ഒരു പെണ്ണ്, അതുപോലെയുള്ള ക്വാളിറ്റിയുള്ള ഒരു പുരുഷൻ്റെ ബീജം സ്വീകരിച്ചുകൊണ്ട് കുട്ടികൾക്ക് ജന്മം നൽകട്ടെ. ഒരു 7 എണ്ണം. പണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ റീപ്രൊഡക്റ്റീവ് ലൈഫിൽ 7 കുട്ടികൾക്ക് ജന്മം നൽകും ശരാശരി. പണ്ടത്തെ ആനന്ദിൻ്റെയൊക്കെ അച്ഛൻ്റെയും കാലം നോക്കും. മിക്കവാറും എല്ലാ വീടുകളിലും 7 മക്കളാണ്. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ 7 മക്കളാണ്. കാരണം അതങ്ങനെയാണ്. അതൊരു ശരാശരി 7 ഉണ്ടാകുന്നത്. 7 ഒരുപാട് പ്രാധാന്യമുണ്ട്. ഞാൻ ഇതായിട്ട് ബന്ധപ്പെടുത്തി പറയും. ഈ 7 സ്വരങ്ങൾ പാട്ടിൽ, ആഴ്ചയിൽ 7 ദിവസങ്ങൾ, 7 നിറങ്ങൾ, അല്ലേ? അതെ അതെ, ശരിയല്ലേ? അതെ. പിന്നെ എന്താണ് 7 നില മാളിക, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ 7-നെന്തോ ഒരു പ്രാധാന്യമുണ്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് തന്നെയാണ് മനുഷ്യനിലൂടെ 7 മക്കളാണ്. അത് ഇതാണ് വ്യത്യസ്തമായിട്ട് ഞാൻ ഡൈവേർട്ട് ചെയ്ത് പോയതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ആരും പറയാത്ത കാര്യങ്ങളിൽ ഞാൻ പറയുന്ന കാര്യം, ഈ മനുഷ്യൻ്റെ ഉൽപ്പാദനം, അതായത് ഗുണമേന്മ കൂടിയ മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ള ഗവൺമെൻറ് ഒരു ചുമതലയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ അഴകും ആരോഗ്യവും ബുദ്ധിശക്തിയും ആത്മവിശ്വാസമുള്ള ഒരു തലമുറക്ക് ജന്മം നൽകുക. അതാ വേണ്ട. അല്ലാണ്ട് ഒരു കഴിവില്ലാത്ത രോഗം വരെ പിടിച്ച അന്ധന്മാർ കല്യാണം കഴിച്ച് അവർക്കുണ്ടാകുന്ന മക്കൾ മിക്കവാറും കണ്ണിന് കാഴ്ചയില്ലാത്തവരായിരിക്കും. ചെവിയില്ലാത്ത ബധിരന്മാർ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക്. പക്ഷെ അവരൊക്കെ കല്യാണം കഴിക്കും. എല്ലാ ആളുകളും കല്യാണം കഴിക്കും. ഇവിടെ കല്യാണം കഴിച്ച് അടങ്ങുമെന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ. എന്തൊക്കെ തകരാറുണ്ടെങ്കിലും വാസം പറഞ്ഞാൽ അതൊക്കെ തടയേണ്ടതാണ്. കാരണം ഒരു ഗുണമേന്മ കൂടിയ ഒരു കുട്ടിയെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് അവർക്കുണ്ടെങ്കിൽ, അത് ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ദേ ഷുഡ് ബി അലൗഡ് ടു റീപ്രൊഡ്യൂസ്. അതല്ലാണ്ട് ഏതെങ്കിലും ഒരു കഴിവില്ലാത്തൊരു കുട്ടിയെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ആ കുട്ടി ഒരു ഭംഗിയില്ലാത്ത ഒരു യുവാവും ഒരു ഭംഗിയില്ലാത്ത ഒരു ഭാര്യയും കൂടി ചേർന്ന് ഉണ്ടാകുന്ന കുട്ടി എങ്ങനെ ഇരിക്കും? ഒരു ഭംഗിയില്ലാത്ത കുട്ടി ഉണ്ടാവും. ആ കുട്ടി പറയും, എന്തിനാ എൻ്റെയൊക്കെ ഇങ്ങനെ ജനിപ്പിച്ചേ അല്ലേ പറയും. മറ്റുള്ള കുട്ടികളെ കാണുമ്പോൾ അവരൊക്കെ എത്ര ഭംഗിയായിട്ട് സന്തോഷമായിട്ട് ഞാൻ ഈ കോംപ്ലക്സ് ആയിട്ടെങ്കിലും ജീവിക്കും അവർ പറയും. അപ്പം അങ്ങനെ പറയാനുള്ള ഇടം വരുത്തരുത്. മനസ്സിലായോ? അപ്പോൾ ഞാനിതിൻ്റെ ബ്രീഫായിട്ട് പറയുകയാണ്. ഈ കുട്ടികളുടെ ഉൽപ്പാദനം ഗവൺമെൻറ് ഏറ്റെടുക്കണം. മനസ്സിലായോ? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.